5 മണിയൊക്കെ കഴിയുമ്പം നമ്മൾ ഗുൽമർഗിൽ നിന്ന് നമ്മൾ ഇറങ്ങിയായിരുന്നു. എങ്കിലേ നമ്മൾ റൂമിലോട്ട് ഓടി എത്തുള്ളൂ. കഴിഞ്ഞ ദിവസം എടുത്ത റൂം നമ്മളെ അവർ പറ്റിച്ചു. അപ്പോൾ നമ്മൾ ഈ കാറിനകത്താണ് ലഗേജും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. കയറി വന്ന റൂമാണ്, ഒരു രക്ഷയില്ല. നമ്മൾ ഇന്നലെ വെളുപ്പിനെ വന്നതേ ഉള്ളൂ. കുറച്ച് നേരത്തേക്ക് റൂം എടുത്തിന് 1400 രൂപ ഞങ്ങളുടെ നിന്ന് മേടിച്ചു. ഇതിപ്പം സെറ്റപ്പാണ്, ഒന്നും പറയാനില്ല. കിടു പറയാതിരുന്നാൽ നമുക്ക് എന്തോ പോലെ, അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി നമ്മൾ ഇന്നത്തെ യാത്ര തുറന്നു. എല്ലായിടത്തും നല്ല ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ എണീറ്റ് നമ്മൾ പുറത്തോട്ട് പോകണം, അല്ലെങ്കിൽ നടക്കത്തില്ല, ഓടിയെത്തിയില്ല. ഇന്ന് നമ്മൾ പോകുന്നത് സോൻമർഗിലോട്ടാണ്. ഇതാണ് സോൻമർഗിൻ്റെ പുതിയ വഴി, ടണൽ ആണ്. ഏകദേശം 9 കിലോമീറ്റർ ആണ് ടണൽ ഉള്ളത്. ഈ ടണൽ കയറി ഇറങ്ങുമ്പോഴത്തേക്കും വളരെ വ്യത്യസ്തമായ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത്. ഒത്തിരി ആൾക്കാർ ഇവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഇങ്ങനെ തിരിച്ച് റിട്ടേൺ പറ്റുന്ന സമയത്ത് നമുക്ക് എടുക്കാമെന്ന് കരുതിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. എന്തായാലും വളരെ എന്താ പറയുക, ഈ ടണലെല്ലാം വീഡിയോയ്ക്കകത്തും കണ്ടതല്ലാതെ നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെ നേരിട്ട് കാണുന്നത്. 9 കിലോമീറ്റർ ടണലും ആദ്യമായിട്ടാണ് കയറുന്നത് തന്നെ. എന്തായാലും നല്ലൊരു ഒരു അനുഭവം തന്നെയായിരുന്നു. ഈ ടണൽ കയറി അപ്പുറം ഇറങ്ങുമ്പോഴത്തേക്കും വേറൊരു സ്ഥലത്തെത്തിയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാര്യം അത്രയും ഒരു വളരെ മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ടണൽ തീരാറായി, നമ്മൾ പകുതി കട്ട് ചെയ്ത് വിട്ടായിരുന്നു. കണ്ടോ, ഫുള്ള് വൈറ്റ്, നമുക്ക് നേരെ കാണാൻ പറ്റാത്ത രീതിക്കാണ് ഇപ്പം നമുക്ക് കാണുന്നത്. വെയിൽ കൊള്ളുന്ന വേറൊരു, നമുക്ക് വെയിലത്തിറങ്ങി കാണുന്ന പോലെ പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. ഇരുട്ടിൽ നിന്ന് വെയിലത്തോട്ടിറങ്ങുമ്പോൾ ഉണ്ടോ ഫുള്ള് മഞ്ഞ്. നമ്മൾ ടണലിന് മുന്നേ ഫുള്ള് മഞ്ഞും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ടണൽ കയറി നമ്മൾ ഇപ്പറേ വന്നപ്പോഴത്തേക്കും ഫുള്ള് മഞ്ഞ് മാത്രമേ ഉള്ളൂ. എന്താല്ലേ, ഒരു ടണൽ കയറി ഇപ്പറേ വന്നപ്പോഴത്തേക്കും ഒരു ഇത്രയും മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്ഥലത്ത് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടത്തില്ല. നമുക്ക് കാശ്മീരിൽ തന്നെ വന്നാലേ നമുക്കിതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കുഞ്ഞു കുഞ്ഞു വീടുകളും അതിൻ്റെ ഇടയിലൂടെ ചെറിയ പുഴയും മഞ്ഞും, എന്ത് ഭംഗിയാണല്ലേ നമുക്ക്, പർവ്വതങ്ങളും ഇതെല്ലാം കാണാനായിട്ട്. ഇതൊക്കെ ചിലപ്പോൾ സിനിമയ്ക്കകത്തൊക്കെ നമ്മൾ കണ്ടുള്ളൂ. ഇത് ലൈഫിൽ ഒന്നെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതൊക്കെ വന്ന് കാണുക എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇന്നലത്തെ പോലെ തന്നെ ഷൂസും കാര്യങ്ങളും എല്ലാം താഴെ നമ്മൾ വാടകയ്ക്ക് എടുക്കണം. ഈ ക്യൂ ആണ്, സ്നോ ബൈക്കിൽ കയറാനുള്ള ക്യൂ ആണ്. നമ്മളും അവിടെ നിന്നു. അപ്പോൾ നമ്മൾ സോനാമർഗിലെത്തി. നല്ലൊരു വ്യൂ തന്നെയാണ്. നമുക്ക് സൺഗ്ലാസ് ഇല്ലാണ്ട് പറ്റത്തില്ല. കാര്യം വെയിലടിക്കുന്നതുകൊണ്ട് നമുക്ക് സൺഗ്ലാസ് എന്തായാലും വേണം. ഈ മഞ്ഞിലോട്ട് അടിച്ചിട്ട് നമുക്ക് ഒന്നും വ്യൂ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ വില പേശിയൊക്കെ ഷൂസൊക്കെ എടുത്തു. ഷൂസ് ഒരു രക്ഷയില്ല. ഷൂസിനെല്ലാം നമ്മൾ വില നന്നായിട്ട് പേശണം. നമുക്ക് ലാംഗ്വേജ് അറിയത്തിൻ്റെ വിഷയമുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ വില പേശി എല്ലാം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു റൈഡ് ഉണ്ടാവുന്നത് 2000 രൂപയാണ് പെർ പേഴ്സൺ പറഞ്ഞത്. നമ്മളിങ്ങനെ നാക്കുകൊണ്ടിട്ട് അലച്ചലച്ച് 1000 രൂപയിൽ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് അറിയത്തില്ല. ലെവൽ 1 ലെവൽ 2 എന്നും പറഞ്ഞുണ്ട്. അത് ഏത് ലെവലാണെന്ന് അറിയാം, അതും കൂടെ ഒന്ന് കൺഫേം ചെയ്യണം. നമുക്ക് ഇവിടുന്ന് വേറെ സുഹൃത്തിനോടെ കിട്ടിയായിരുന്നു. ഒരു രക്ഷയില്ല. എൻ്റെ ദൈവമേ, തെറിച്ചു പോവാ നമ്മൾ ഓർക്കതെ. ഉമ്മാതിരി സ്പീഡാണ്, ഒന്നും പറയാനില്ല. എന്നല്ലേ, വില പേശി 1000 രൂപയ്ക്ക് നമ്മൾ എത്തിച്ചു. ഇവിടെ വരുമ്പോൾ നമുക്ക് റൈഡ് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് തന്നെ അതൊക്കെ ആരും തരത്തില്ലെന്ന് പറഞ്ഞ് നമ്മളെങ്ങനെയൊക്കെയോ സംസാരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. എവിടെ തിരിഞ്ഞാലും മലയും മഞ്ഞും. വൈകുന്നേരം കൂടെ സ്നോടെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ.
വെയിൽ മാറി മൂടലായിക്കഴിഞ്ഞാലേ നമുക്കത് കിട്ടത്തുള്ളൂ. കാര്യം നമുക്കിവിടെ എത്ര സമയം വേണം നമുക്ക് സ്പെൻഡ് ചെയ്യാം. ടാക്സി താഴെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങി ചെന്നാൽ മതി. ഇവിടെ വന്നാൽ പിന്നെ വെള്ളം കൂടി ഇല്ല, ഒരു രക്ഷയില്ല. ഇവർക്ക് വെള്ളം കുടിക്കാൻ തോന്നത്തില്ല, ഫുള്ള് തണുപ്പായതുകൊണ്ട് വെള്ളം കുടിക്കാതിരിക്കാനും പറ്റത്തുമില്ല. പക്ഷേ നമ്മൾ കുറച്ച് വെള്ളം കൂടി വളരെ കുറഞ്ഞു പോയി, തണുപ്പും എല്ലാം കാരണം. ചുണ്ടൊക്കെ ഉണങ്ങി പൊട്ടി. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വരിക. പൈസ കൊണ്ടായിട്ടൊന്നും അല്ല. നമ്മളിപ്പോഴാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്താ ചെയ്യുക, ഒത്തിരി ഹെൽപ്പ് ചെയ്തു. നമ്മൾ ക്രെഡിറ്റ് കാർഡുമായിട്ട് വരാമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കതൊന്നും പറ്റിയില്ല. ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റ് കാർഡൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒത്തിരി പേര് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്താ പറയണ്ടേ, താങ്ക്സ്. ഇത്ര മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. റീൽസൊക്കെ ഷൂട്ട് ചെയ്ത് കൊടുത്ത് ഇഷ്ടം പോലെ പൈസ മേടിക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി തരും. 350 രൂപ വേണ്ടി ചാർജ് ചെയ്യുന്നത്. അവർ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ചെയ്താൽ മതി. സ്ലോ മോഷനൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തു തരും. ഇവിടെ പിന്നെ ബാത്റൂമും കാര്യങ്ങളൊന്നുമില്ല. നമ്മളേതായാലും മൂലയ്ക്ക് പോയി സാധിക്കണം. ഇവിടെയൊക്കെ എങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അച്ഛനെ വലിച്ചിട്ട് നീങ്ങുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഒരാൾ ഇറങ്ങി, അവർ ബ്രാക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആശാൻ ഇറങ്ങി വെയിറ്റ് ചെയ്യാറ് ഇവർ വലിക്കേണ്ടതൊക്കെ ഓർത്ത് വിഷമം തോന്നി ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത ആൾ ഇറങ്ങിയിരിക്കുന്നു, ആശു ഇറങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് കഷ്ടം തോന്നും, നമ്മൾ ഇറങ്ങിപ്പോവും. താഴെ ചായക്ക് 30 രൂപ ആണെങ്കിൽ ഇവിടെ ചായക്ക് 50 രൂപ ആയിട്ടുണ്ട്. ഒന്നുമില്ല, പാത്രം കിടന്നാണല്ലോ ഈ ഐസ് എടുത്ത് 2 പ്രാവശ്യം ഒന്ന് ചുറ്റിച്ച് വാഷ് ചെയ്യുന്നു. ചായയുടെ വെള്ളമാണെങ്കിലും ഇതിട്ട് തിളപ്പിക്കുന്നു. വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉയരം കൂടുന്തോറും റേറ്റും കൂടുമെന്ന് മനസ്സിലാക്കുന്നു. 10 രൂപയുടെ വാങ്ങിക്കാണ്ട് 70 രൂപ പറഞ്ഞേക്കുന്നത്. എന്ത് ചെയ്യാനാ, ചായക്ക് 50 രൂപ. ആശാൻ കഴിക്കത്തില്ല, ഇത് മുഴുവൻ ഞാനാണ് ഇനി കഴിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ചൂട്. അങ്ങോട്ട് മേലോട്ട് കയറാനാണ്, പക്ഷേ റിസ്ക്കാണ്. താന്നു പോവും, അറിയില്ല. പോയി മുട്ട് പകുതിയും പോയി സാർ. നമ്മൾ എന്തെങ്കിലും പരിപാടി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള അവന്മാർ നടന്ന് അവിടം വരെ ചെന്നു. ഇന്നലെ മുഴുവൻ മഞ്ഞ് കളിച്ചുകൊണ്ട് ഇന്നത്ര ഇതില്ല. നമ്മളെങ്ങനെയും ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഫുള്ള് താന്ന് പോയിക്കൊണ്ടിരിക്കുക. ഉണ്ടേ ഇങ്ങനെ ഇട്ടുകൊണ്ട് പിന്നെ ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പാൻറ് നേരെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. നോക്കാം എങ്ങനെയൊക്കെ. ഒരു രക്ഷയില്ല ഗൈസ്. എന്തായാലേ ചുമ്മാ തടി കിടക്കുക. നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കട്ടയാകുക. ഇത് രസമല്ലേ? ഭയങ്കര പാടാണ് കയറാൻ, സ്ലിപ്പാകുന്നുണ്ട്. ഇതിനെ ഇടതി ആരും കയറാത്തോണ്ട് ഒരു രക്ഷയില്ല. ഇനി പോവാണ്. ഒക്കെ തരും, നല്ലൊരു വ്യൂ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ. അതിൽ മാത്രമാണ് മുന്നോട്ട് നടക്കുന്നത്. എന്താ പറയേണ്ടത് നടത്തില്ല, ഒരു രക്ഷയില്ല. പോളി വിചാരിക്കുന്ന പോലെ ഈസി അല്ല. ഇറങ്ങാൻ കുറച്ച് ടാസ്ക്കാണ്. എങ്ങാനും സ്ലിപ്പായാൽ നേരെ താഴ്ചല പെട്ടെന്ന് അല്ല.
പാൻ നിറച്ച് വെള്ളമാകും. കയറിയപ്പോൾ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ഇറങ്ങാനാണ്. ഓക്കേ, ഇവിടുന്ന് അവിടെ ഇറങ്ങുവാണ്. ഇവിടെ നടന്നിറങ്ങുവാണ്. ഈ നിഴലിനകത്തോട്ട് നോക്കുമ്പോൾ വേറൊരു കളറ്. സൂര്യൻ മാഞ്ഞപ്പോൾ നിന്നില്ലേ വേറെ രസം. നമ്മളിവിടെ നിന്ന് നടന്നിറങ്ങുവാണ്. ഇപ്പോൾ നന്നായിട്ട് നടക്കാൻ തുടങ്ങി അല്ലേ. വെയിലെല്ലാം പോയി, തണുക്കാൻ തുടങ്ങി. ഇപ്പം നന്നായിട്ട് തണുക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഇവിടെ വന്നപ്പോൾ വെള്ളം കൂടി വളരെ കുറവാണ്. ഈ തണുപ്പ് കാരണം വെള്ളം കുടിക്കാനേ പറ്റുന്നില്ല, ഒരു രക്ഷയില്ല. നമ്മൾ തണുപ്പുറം കണ്ട് ഇറങ്ങുവാണ്. ഗ്ലൗ ഒന്നും ഇല്ലാണ്ട് ഇനിയിപ്പോൾ പറ്റത്തില്ല. ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല ക്യൂ ആണ്, ഒരു രക്ഷയില്ല. കൈയൊക്കെ മരച്ച് പോവാ. -3 കേട്ടോ, ഒരു രക്ഷയില്ല. അയ്യോ എടാ, എന്നെ പറയാനുള്ളേ. പക്ഷേ ബ്രോ എന്താണ് പറയാനുള്ളത്? ബ്രോയ്ക്ക് ഗ്ലാസ് പോലില്ല. ഞാൻ 2 ഗ്ലാസ് ഇട്ട ആശാറ കൊടുക്കുമായിരുന്നു, എങ്ങനെ നടത്തില്ല. അയ്യോ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. നമുക്ക് -3 ജീവിതത്തിൽ ഇതൊക്കെ കിട്ടുമോ, അനുഭവിക്കാൻ പറ്റുമെന്ന് പോലും നമുക്ക് അറിയത്തില്ല. എന്തായാലും കൊള്ളാം, നല്ല തണുത്ത് മറിക്കുന്നുണ്ട് നന്നായിട്ട്. ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. ഭയങ്കര നല്ല ക്യൂ ആണ്. ഇതുണ്ടോ എന്താ പറയാനുള്ളേ, സൂപ്പർ സൂപ്പർ, ഒരു രക്ഷയില്ല. പെട്ടുപോയി. പിന്നെ നല്ല ക്യൂ ആണ് കേട്ടോ, നല്ല ക്യൂ ആണ്. മഞ്ഞൊക്കെ കട്ടായി, നന്നായിട്ട് കട്ടായി. അയ്യോ ഒരു രക്ഷയില്ല. പടുന്ന പഠിക്കുക. അവൻ ഓടിക്കാത്ത ഓടിച്ച് ഞങ്ങൾ മലക്കം പറഞ്ഞു വീണു. സമയം അടിപൊളിയായിരുന്നു. അപ്പോൾ ശരിക്കും -6 ആയതുകൊണ്ട് മുമ്പായി നമ്മൾ വീട് -3 ഉണ്ടായിരുന്നുള്ളൂ, ഒരു രക്ഷയില്ല. നല്ല എൻജോയ് ചെയ്തു. കൈയെല്ലാം മരച്ച്. അയ്യോ ഞങ്ങളിപ്പോൾ ഷൂ മാറാൻ വേണ്ടി വന്നതാണ്. നാക്കെല്ലാം കുഴഞ്ഞു പോവാം. നമുക്കിന്ന് ബൂട്ട് എടുത്തിട്ട് വേണം പോകാനായിട്ട്. -6 അത് കാണിച്ചാ -6. അയ്യോ ഒരു രക്ഷയില്ല. ഗ്ലൗവൊക്കെ ഉണ്ട്. അത് ഇവിടെ സീനില്ല, പക്ഷേ ടോപ്പിൽ നമുക്ക് നിൽക്കാൻ ഭയങ്കര പാടായിരുന്നു. ഒത്തിരി ക്യൂ നിൽക്കണമായിരുന്നു നമുക്ക് വണ്ടിയൊക്കെ ഇങ്ങോട്ട് വരാൻ. എന്തായാലും ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് റൂമിലോട്ട് പോകാൻ വണ്ടിയിൽ കയറി. തണുപ്പെന്ന് പറഞ്ഞാൽ അന്യായ തണുപ്പ്, ഒന്നും പറയാനില്ല. പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതി, ആ രീതിയിലുള്ള നല്ല തണുപ്പായിരുന്നു. നാളെ പോകുന്നത് പകൽഗ്രാം എന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. എന്ത് മനോഹരമായ റോഡുകളാണല്ലേ, ഇരുവശങ്ങളിലും മരങ്ങളും നല്ല വൃത്തിയായിട്ടുള്ള റോഡുകളുമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. കേരളത്തിലെ അപേക്ഷിച്ച് നല്ല വൃത്തിക്ക് ഒന്നും പറയാനില്ല. അടിപൊളി വഴികളും ബാസ്ക്കറ്റുകളും എല്ലാം, വേസ്റ്റ് ബാസ്ക്കറ്റ് എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഒരു വേസ്റ്റ് പോലും വഴിയിൽ കണ്ടില്ല. ഇതവരുടെ വണ്ടി പോകാൻ വേണ്ടി മാത്രം ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണ് പാലം. 2 സൈഡ്, അപ്പുറ സൈഡിൽ കൂടെയാണ് പോകുന്നത്. പക്ഷെ എന്നാൽ പോലും 2 സൈഡും ബ്രിഡ്ജ് അവർ ബ്ലോക്ക് ചെയ്തിട്ടാണ് അവർ ഫുള്ള് പോകുന്നത്. എല്ലാ ആർമി വണ്ടികൾ പോയാലും ബ്രിഡ്ജ് വരുന്ന ഭാഗങ്ങളിൽ 2 സൈഡും അപ്പ് ആൻഡ് ഡൗൺ ബ്ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അതേ സുരക്ഷയുടെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു, എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണ് ഇവിടെ ഞാൻ പോകുന്നത് കണ്ടത്. ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. ഇതെല്ലാം ആപ്പിൾ തോട്ടമാണ്. ഇപ്പോൾ ആപ്പിളിൻ്റെ സീസൺ കഴിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പൂത്ത് ആപ്പിളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും.
സീസൺ കഴിഞ്ഞുകൊണ്ട് എല്ലാം ഉണങ്ങി ഇലയെല്ലാം പോയി പൊഴിഞ്ഞിരിക്കുകയാണ്. അതിൽ എന്ത് രസമായിരിക്കുമല്ലോ ഇത്രയും തോട്ടത്തെ ആപ്പിളെല്ലാം അവിടെ ഒന്നിച്ച് കാണാനായിട്ട്. നമുക്ക് ആ ഭാഗ്യം ഇല്ലാണ്ട് പോയി. കുഴപ്പമില്ല, എന്നാലും ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ. ഇത് ആപ്പിൾ വാലി എന്നാണ് പറയുന്നത്. ഇഷ്ടം പോലെ ആപ്പിൾ തോട്ടങ്ങളാണ്. ഞാൻ കരുതി നിൽക്കും ഷിമാർ പറ്റിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ആപ്പിളൊക്കെ കുറേ തൂക്കിയിട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ. അതൊക്കെ പ്ലാസ്റ്റിക് ആപ്പിളാണ്, ഓരോരുത്തരെ പറ്റിക്കാൻ വേണ്ടി തൂക്കിയിട്ടേക്കുന്നത്. പക്ഷേ നല്ല രസമുണ്ട് ആപ്പിൾ തോട്ടം. ഇതെല്ലാം ആപ്പിളൊക്കെ നല്ല രസമായിരിക്കും അല്ലേ. കിലോ ആപ്പിളിനിപ്പം സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് 100 രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അല്ലെങ്കിൽ സീസൺ ടൈം ആണെങ്കിൽ അത് 50 രൂപ ഉള്ളൂ 1 കിലോയ്ക്ക്. നമുക്കവിടെ എന്ത് റേറ്റാണോ ഇത് നല്ല റേറ്റ് ആയിരിക്കുമല്ലോ. ഈ മരങ്ങളൊക്കെ വാൽനട്ടാണ്, വാൽനട്ടിൻ്റെ മരങ്ങളാണ് ഇതെല്ലാം. വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് എനിക്കും അറിയത്തില്ലായിരുന്നു. ഇനിയിപ്പം ചോദിച്ചപ്പോഴാണ് വാൽനട്ടിൻ്റെ ആണ് അന്ന് അറിയാൻ കഴിഞ്ഞത്. ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. ടോട്ടൽ ഇവിടെ 2500 കുതിരയുണ്ട്. ഇവിടുന്ന് നമ്മൾ കുതിര സവാരിയാണ് ചെയ്യുന്നത്, മേലോട്ട് പോകാനുണ്ട്. എന്ത് കുതിരകളാണെന്ന് നോക്കി, വെറൈറ്റി. 2500 കുതിര. ഒരാൾക്ക് 1000 രൂപയ്ക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. 1000 രൂപയാണ് ഞങ്ങൾ പറഞ്ഞത്. 1000 രൂപയ്ക്ക് ഞങ്ങൾ ഉറപ്പിക്കണം. എനിക്ക് 1500 രൂപയൊക്കെ അവർ പറയുന്ന ഒരാൾക്ക്. എന്ത് കുതിരയല്ലേ. പറഞ്ഞ് 1200 രൂപയ്ക്ക് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ആശാൻ സെറ്റാക്കി തന്നിട്ടുണ്ട്. ആശാൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെന്ന് പറഞ്ഞു. എല്ലാം സെറ്റ്. പഗ്രാം നമ്മൾ എത്തി. കുതിരപ്പുറത്താണ് വന്നത്. ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു. നമുക്ക് കുതിരയുടെ മേളിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാര്യം ഫുള്ള് താഴെക്കൊക്കെയും പിന്നെ കല്ലും കൂട്ടവും എല്ലാം ആയിരുന്നു. ഞാൻ കുതിരയുടെ മണ്ടയ്ക്ക് ഇരുന്ന് എടുക്കാമെന്ന് കരുതിയാണ് ഇരുന്നത്. പക്ഷേ നമുക്ക് പറ്റത്തില്ല. നമുക്ക് ശരിക്കും പേടിയായിപ്പോയി കുതിര പോകുന്നത് കാണുമ്പോൾ തന്നെ. നമ്മളെ പാണ്ടിപ്പടയ്ക്ക് അത് പറയുന്ന പോലെ കുതിരയ്ക്ക് വഴി അറിയാലോ എന്ന് പറഞ്ഞ പോലെയാണ്. കുതിര തന്നെ വഴിയെ കൂടെ പോവായിരുന്നു. നമ്മൾ പേടിച്ച് വേളി ഇരിക്കുമായിരുന്നു. അതുപോലെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുകയാണ് കുറച്ചുകൂടെ പേടിക്കേണ്ടത്. ഫുള്ള് ഇറക്കവും കല്ലും കൂട്ടവും. കല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ ഇതൊക്കെ ഉള്ളൂ. മഞ്ഞ് കഴിഞ്ഞുകൊണ്ട് अच्छा सर जी आप इधर आइए सर. तुम्ही ना फोटो सेंड कर. दोनों आता और तेरा बोल को साबा सॉरी ഇതാണ് കുതിര. നമുക്ക് വിഷമം തോന്നും. കുതിരയെ അടിച്ചൊക്കെയാണ് ഇവർ കയറ്റിക്കൊണ്ട് വരുന്നത്. നമുക്ക് വില പേശി 1200 കിട്ടിയത്. എന്തിയെ സമ്മതിക്കുകയില്ല. നമുക്ക് വിഷമം തോന്നും കുതിരയൊക്കെ അടിച്ച് കയറുന്നത്. നമുക്ക് പക്ഷേ പൈസ കൊടുത്തും പോയി. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. എങ്ങനെ പോകുന്നുണ്ടെന്ന് അറിയത്തില്ല. കുതിരയ്ക്ക് വഴി അറിയാലോ, കുതിരയ്ക്ക് വഴി അറിയാലോ എന്ന് പറഞ്ഞാൽ ഇന്ന് പാണ്ടിപ്പടയ്ക്കകത്ത് പറയുന്ന പോലെ, കുതിരയ്ക്ക് വഴി അറിയാമെന്ന് പാണ്ടിപ്പടയ്ക്കകത്ത് പറയുന്ന പോലെ കുതിര തന്നെ എങ്ങനെയൊക്കെയോ വഴിയെ കൂടെ പോകുന്നു. അയ്യോ ശരിക്കും പേടിയാണ്. നമ്മൾ ഏതാണ്ട് ലൈലാൻഡിൻ്റെ മണ്ടയൊക്കെ ഇരിക്കുന്ന പോലെയാണ്. അല്ലെ ഹൈറ്റ് ഉണ്ട്, താഴെയൊക്കെ കൊക്കയാണ്. കൊക്കയുടെ സൈഡിൽ കൂടെയൊക്കെ മുമ്പേരം പോകുന്നത്. ശരിക്കും പേടിച്ചു പോയി. പക്ഷെ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മുമ്പേ നല്ല അടിപൊളിയായിരുന്നു. നമ്മളിപ്പം
ഇവിടെ എത്തിയ ശേഷം ഇവിടെ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ ഇവിടെ കുതിരയെ നിർത്തും എന്ന് വെച്ചാൽ ടിപ്പ് കൊടുക്കണം. ടിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിടിയാലെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ടിപ്പില്ലാണ്ട് പോകുകയെന്നൊക്കെയാണ് പറയുന്നത്. ഇവർ ടിപ്പ് ചോദിക്കണം, പക്ഷെ നമ്മൾ ടിപ്പ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. നമ്മളെപ്പോഴും മലയാളികൾ അങ്ങനെയാണല്ലോ. ഒരു സ്ഥലം കാണിക്കാൻ 4 സ്ഥലം പറഞ്ഞിട്ട് 4 സ്ഥലം കാണിച്ചില്ല, 3 സ്ഥലമേ കാണിച്ചുള്ളൂ. രണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. എൻ്റെതാണോ കുതിര ടിപ്പ് ചോദിക്കുന്നതാണ്. ടിപ്പ് ചോദിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതെല്ലാം ടിപ്പ് ചോദിക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളവിടുന്ന് നമുക്ക് 100 രൂപ കൊടുക്കേണ്ടി വന്നു. അല്ലേ ശേഷം വണ്ടി എടുക്കുകയായിരുന്നു വശം പറഞ്ഞു. നമുക്ക് എന്നാ ചെയ്യാം, ഈ സാധനം ഓടിക്കാനിട്ട് അറിയാനും വരാം. കുതിര പുള്ളിയുടെ കുതിരക്കാരൻ്റെ കുതിര ആയതുകൊണ്ട് കുതിര പോകത്തുമില്ല അല്ലേടാ. എന്നാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇതുപോലെ കുതിരപ്പുറത്ത് പോകുന്നത്. അത് ഇത്ര ഡേഞ്ചറായിട്ടുള്ള വഴി കൂടെ. ഞാൻ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പറ്റത്തില്ല. ഉള്ളം കല്ലും മാത്രമേ ഉണ്ടായതുള്ളൂ താഴെക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് താഴെ എത്തിയിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ, അടിപൊളിയായിരുന്നു. താഴെ എത്തിക്കഴിഞ്ഞ ഉടനെ നമ്മൾ പിന്നെ ഒന്നും നോക്കില്ല, റൂമിലോട്ട് തന്നെ പോകുന്നു. ഏകദേശം 1.5-2 മണിക്കൂർ യാത്ര ഉണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ബാറ്റിൻ്റെ ഫാക്ടറി ഉണ്ട്, അവിടെ കയറാമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇങ്ങ് പോന്നു. നമ്മളിപ്പോൾ ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി കാണാൻ വന്നേക്കാം, പക്ഷേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെ വെയിലത്ത് വെച്ച് ഒക്കെയാണ് ഇവരുണ്ടാക്കുന്നത്. നമുക്ക് ഉണ്ടാക്കുന്ന ഭാഗ്യം കിട്ടിയിട്ട് ഉണ്ടാക്കുന്ന കാണാനായിട്ടുള്ള. 1 വർഷം ഇവരിങ്ങനെ വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വുഡെല്ലാം സെയിം ആണ്. ഗ്രേഡ് 1, ഗ്രേഡ് 2 അങ്ങനെയുണ്ട്. സോഫ്റ്റ് ബോള്, ഹാർഡ് ബോള്, അങ്ങനെ ഓരോ ഗ്രേഡ് വെച്ചാണ് ഇവർ ഇത് ഉണ്ടാക്കുന്നത്. How to bend? So I think some bend is there, right? You bending this using that heater or there is some heater or something is there. Is it? That is hot tin. Light weight is better quality. This is hot tin is better. Another is soft tin. പശയൊക്കെ വെച്ച് ഒട്ടിച്ച് ഇവർ ടൈറ്റ് ചെയ്ത് അല്ലേ. This is hot tennis. Hot tennis. This is both for hard or soft. You can check hot tennis ball. Dixon. Another soft tennis, another medium tennis. This way. How much is price? This is 1500. 1500. Another is 800, another is 500. 500. Okay. നമ്പരേക്ക് കിട്ടുന്നു. लायक थी मे पैसा कसले लिएको छु किन ताजपुर ब्याड गएछ आसु बुझ्यो मे पैसा कसले लिएको छु किन अल्लाह बाइक छ क्या बुझ्छ त्यही ब्रो एक दुसरे गोप शुद्ध तुम्ही आका छ तुम्ही तो सेटिंग केली आवर तुम्ही काय तुम्ही मैंने क्या Hard board? ഞങ്ങളിപ്പുറം സൈഡിൽ ആള് ഇറക്കി വിട്ടു. എന്നിട്ടാണ് ആൾ തിരിച്ചു പോയത്. ഇത്ര സ്നേഹത്തോടെയാണ് ഇവിടെ എല്ലാവരും കെയർ ചെയ്യുന്നത്, നമ്മളെല്ലാവരും ടൂറിസ്റ്റുകളെ. നമ്മളിവിടെ വന്നതിന് ശേഷം ഒരു ലൈലാൻഡ് പോലും കാണാൻ പറ്റില്ല. എല്ലാ സാധനവും ടാറ്റയുടെ വണ്ടി, ടാറ്റയുടെ ഊരുകളാണ് കൂടുതലും. ലൈലാൻഡ്
വളരെ കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ വരുന്ന വഴിക്കെല്ലാം നോമ്പ് വിടുന്ന ഇതായതുകൊണ്ട് നമുക്കെല്ലാ ഫുഡൊക്കെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് തന്നാ വരുന്നത്. ഇഷ്ടംപോലെ നമുക്ക് വരുന്ന വഴിക്ക് എല്ലാവരും തന്നു വിടുന്നു. എല്ലാം എല്ലാവരും നമുക്ക് പാസഞ്ചേഴ്സിന് എല്ലാവർക്കും തരുന്നുണ്ട്. ഉള്ള നല്ല ഫുഡാണ്, ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റുണ്ട്, അധികം മധുരവും ഇല്ല, നല്ല ടേസ്റ്റും ഉണ്ട്. കാശ്മീർ റൊട്ടിയാണ് ടേസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ പൊറോട്ട പോലെ തന്നെ, ഒരു വ്യത്യാസമൊന്നുമില്ല. എന്നാൽ സംഭവം ഗുഡ്. റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങി. ലോക്കൽ സൈറ്റ് സീനാണ് നമുക്ക് കാണാനുള്ളത്. ഞങ്ങൾ നാട്ടിൽ പോവാ. സുഖമാണോ? ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. സുഖമാണ്. അജ്മലിക്കാനെ നമുക്ക് മറക്കാൻ പറ്റിയ ആളാണ്. നമുക്ക് പാക്കേജിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. ആളുടെ കെയർ ഓഫിലാണ് നമ്മളിപ്പോൾ 2-3 ദിവസം കാശ്മീരിലെല്ലാം കറങ്ങിയത്. നല്ലൊരു അടിപൊളി പാക്കേജ് തന്നെയായിരുന്നു, ഒന്നും പറയാനില്ല. നമ്മൾ വീട്ടിലൊരാളുടെ പെരുമാറുന്ന പോലെ തന്നെ എല്ലാവരോടും നല്ല സ്നേഹത്തിലും കാര്യങ്ങളും അറിയാൻ വേണ്ടതെല്ലാം പറഞ്ഞു തന്നു, എല്ലാം കാണിച്ചു തന്നു. എല്ലാ കാര്യങ്ങളും നമ്മളെ ഒരു സുഹൃത്തും എന്ന രീതിക്ക്, സുഹൃത്തിനെക്കാളും ഒരു എന്താ പറയുന്നത്, കുടുംബത്തിലൊരാളെ പോലെയാണ് ഞങ്ങളെ ട്രീറ്റ് ചെയ്തതും. എല്ലാം ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മളിന്ന് ലോക്കൽ സൈറ്റ് സീനാണ് ഇറങ്ങിയത്. നമ്മളിവിടെ നിന്ന് കാശ്മീരിൽ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് വണ്ടി കയറുവാണ്. ഇവിടെ അടുത്തൊരു ഗാർഡനിൽ വന്നേക്കാണ്. ഗാർഡൻ കൊള്ളാം, പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. കുറച്ചൊരു 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പൂക്കളൊക്കെ ഒരുങ്ങി കുറച്ചുകൂടെ അടിപൊളിയായിരുന്നായിരിക്കും. കൊള്ളാലും നല്ല മരങ്ങളും പൂക്കളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, കാണാനില്ല. നമ്മൾ തുണിക്കാരൻ നമ്മൾ നോക്കിയായിരുന്നു, അത് 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യുള്ളൂ. ഇല്ലാതെ നമുക്കതുകൂടെ കണ്ടിട്ട് പോന്നാൽ മതിയായിരുന്നു. ഇവിടുത്തെ ഓട്ടോറിക്ഷയൊക്കെ കണ്ടില്ലേ, എന്ത് രസമല്ലേ കാണാൻ. ഹൈറ്റ് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. സംഭവങ്ങൾ നെറ്റിയൊക്കെ പടുത് ഇത് കണ്ടില്ലേ. നമ്മുടെ അവിടുത്തെ ഇതൊക്കെ ആണെങ്കിൽ നിറയെ പ്ലാസ്റ്റിക്കുകളും ഒക്കെ ആയിട്ട് ഫുള്ള് വേസ്റ്റായിരിക്കും. വേസ്റ്റുണ്ട് ചെറിയ രീതിക്ക്, പക്ഷെ എന്നാലും ഇത് നമ്മുടെ അവിടുത്തെ വെച്ച് നോക്കണേ ബെറ്റർ. ചെറിയ വേസ്റ്റൊക്കെ ഉള്ളൂ. പായലൊക്കെ ക്ലീൻ ചെയ്യുവാണ്. പായലൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുവാണ്. ഇതൊക്കെ ഇവിടെ നല്ല രീതിയിൽ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എവിടെ നോക്കിയാലും ആർമി ഓഫീസേഴ്സാണ്. അവർ ഓരോ കിലോമീറ്ററൊന്നും അല്ല, അടുത്തടുത്ത് എപ്പോഴും ഉണ്ട് അവർ. എന്ത് രസമാണല്ലേ മലകളും എല്ലാം കാണാനായിട്ട്. ഒക്കെ ഒന്ന് അല്ലേ ആർമി ഓഫീസേഴ്സ് നിൽക്കുന്നത്. നമ്മളത് പുറത്തുണ്ട് ഇറങ്ങിയത്. ഇവിടെ ഇഷ്ടംപോലെ ജിലേബി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. കോഴിനൊക്കെ കട്ട് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് തൂക്കിയിട്ടേക്കുന്ന ആടാന്ന് തോന്നുന്നു. പച്ചക്കറി മാർക്കറ്റാണ്. കോഴിനെ കൊന്ന് ഇത്ര കോൺസിനകത്തിട്ടു. നമ്മൾ മറ്റേ പാട്ടയ്ക്കകത്തൊക്കെ ഇടുന്നവരെ ഇതിനകത്ത് കൊണ്ടിടും. തിരിച്ചിവിടെ വന്നു. KGക്കാണ് ഇവർ ചാർജ് ചെയ്യുന്നതാണ് പറയുന്നത്. അതിനകത്ത് ഇടും. 100 ഗ്രാമിന് 30 രൂപ. 100 ഗ്രാമിന് 30 രൂപ എന്നാണ് പറയുന്നത്. പഞ്ചസാരലായിരുന്നു.
കാശ്മീരൊക്കെ ടാർ ചെയ്തേക്കുന്നത് കണ്ടില്ലേ, മിറ്റിൽ കാണാത്ത രീതിക്കാണ് ടാർ ചെയ്തേക്കുന്നത്. ടാറ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ടാറ് കാണത്തില്ല, മിറ്റിൽ മാത്രമേ കാണത്തുള്ളൂ. എന്തല്ലേ ഡൽ ലേക്കിലാണ് വന്നത്. ഡൽ ലേക്കിൽ ശിക്കാര റൈഡിന് വേണ്ടി വന്നതാണ്. ഇപ്പോൾ നമ്മൾ റേറ്റൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫൈനലി 1600 രൂപയ്ക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. 2000, 1500, 3000 രൂപയൊക്കെ അവർ പറഞ്ഞത്. 1600 രൂപയ്ക്ക് അത് കൂടുതൽ അത് കുറയ്ക്കാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. അവർ ഫുള്ള് തൊഴുന്ന കൈയെല്ലാം ഭൂമി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമുക്കറിയാവുന്നതാണല്ലോ. चलते चलते अपन एक कप ट्राई करो. ബോട്ടിലെ പോസ്റ്റ് ഓഫീസ് ബോട്ടിലാണ് പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യുന്നത്. ഒഴുകി നടക്കുന്ന മാർക്കറ്റ്. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിത് ബോട്ട് കാശും വേണം, ഇതുപോലെ ബോട്ടും പിടിച്ച് വരണം. മാർക്കറ്റിലിവിടെ വെള്ളം ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അതിനെയൊക്കെ ഇവിടെയൊക്കെ വന്ന് അതിലൊക്കെ മേടിക്കുമോ അല്ലേ? ചെറിയ വെള്ളത്തേക്ക് ശരിയാ, ചെറിയ ഇവരുടെ തന്നെ കടയായിരിക്കും ചെറിയ വെള്ളത്തെ ഒന്ന്. അപ്പൂനൊക്കെ ഇപ്പോഴും സ്റ്റാമിനയാന്ന് തോന്നുന്നു. പട്ടാളക്കാരുടെ അങ്ങനെയുള്ളതാണ്ട് മേളിൽ ഇരിപ്പുണ്ട്. ഇതിലെ വള്ളത്തിൽ കൂടെ ഓരോ സാധനം കൊണ്ട്, പക്ഷെ അതൊക്കെ മേടിച്ച് ഭയങ്കര റേറ്റ് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മൾ ആരും മേടിക്കാതിരിക്കുക, മേടിച്ച് കഴിഞ്ഞാൽ തീർന്നു. വള്ളത്തെ കൂടെ ഓരോ സാധനം കൊണ്ടുവരും, അതൊക്കെ കൊണ്ടുവന്ന് മേടിച്ച് കഴിഞ്ഞാൽ പൈസ തീർന്ന് ഓർത്താൽ മതി. നല്ല ചാർജ് അവർ ഈടാക്കുന്നത്. നല്ല ആകെപ്പോൾ 2 വെള്ളം പോകാനുള്ള സ്പേസേ ഉള്ളൂ. ഇന്നത്തെ കടലൊക്കെ കച്ചവടം കാണുമോ? ഇഷ്ടം പോലെ തുണിക്കടകളൊക്കെ ഉണ്ട്. ആ വെള്ളം ഇടിക്കുകയാണെങ്കിൽ നീ അത് തള്ളിയാൽ മതി കേട്ടോ, പ്രസ് ചെയ്താൽ മതി. അത് കുഞ്ഞു താറാവാ എന്ത് താമനാകട്ടെ. അപ്പുറം ഇപ്പുറം എല്ലായിടത്തും കൂടെ വരുന്നു. അതിൻ്റെ വെള്ളം ഉറപ്പിച്ച് നിർത്തിയേക്കുന്നതാണ്. ഇത് വില്ലേജാണ്, സ്മോൾ ചെറിയ ചെറിയ ഐലൻഡാണ് ഇത്. ആൾക്കാർ ഇവിടെ എപ്പോഴും താമസിക്കുന്നുണ്ട്. ബ്രേക്ക് എടാ, ബ്രേക്ക് ചെയ്യാൻ ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് ഹാൻഡിൽ ചെയ്തോളാം. ലോക്കായി ഫുള്ള് വിഷയമായി. അയ്യോ ഇടിച്ചിടിച്ച്
രക്ഷപ്പെട്ടു ഇവിടുന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഗൈസ്. മന നിൻ്റെ ഓടി ശരിയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒടുവിൽ തിരിച്ചെത്തി ഇവിടെ കരയിൽ ലാൻഡ് ചെയ്തു. ഞങ്ങളെ പറഞ്ഞിട്ട് പോവാണ്. കാശ്മീരിൽ നിന്ന് തിരിച്ച് പോരുവാണ് ഇന്ന്. ഇവിടുന്ന് ടാക്സി സ്റ്റാൻഡിലെത്തി. ഇവിടുന്ന് ഇങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ബസ്സും ഉണ്ട്. ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലോട്ട് ഇവിടുന്ന് ടാക്സി ഉണ്ട്, ബസ്സും ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് പോകാം. നമ്മളിവിടുന്ന് ടാക്സിക്കാണ് പോകുന്നത് ജമ്മു താവിയിലോട്ട്. ഏകദേശം 145 കിലോമീറ്റർ ഉണ്ട്. 5 മണിക്കൂറാണ് കാണിച്ചേക്കുന്നത് ട്രാവൽ ചെയ്യാൻ വേണ്ടി. ഒരാൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 700 രൂപയാണ് മേടിച്ചേക്കുന്നത്. വേറെ ഫ്രണ്ട് സീറ്റ് ചോദിച്ചതിന് 3000 രൂപ ആളുടെ ഇത് മേടിച്ചു. പിന്നെ ഏറ്റവും ബാക്കിലുള്ള സീറ്റ് അത് എത്രയൊക്കെയാണ് പോയെന്ന് അറിയില്ല. നമ്മളങ്ങനെ കാശ്മീരിൻ്റെ ബൈ പറഞ്ഞ് വണ്ടിയൊക്കെ കയറിയിരിക്കുന്നു. നമ്മളൊരു 12 മണിയൊക്കെ ആയപ്പോൾ രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ്. ജമ്മു താവിയിൽ എത്തിയാണ്. നമ്മളിവിടെ റെസ്റ്റ് റൂമിലായിരുന്നു. ട്രെയിന് 7:15 ട്രെയിന്. അപ്പോൾ ഈ ട്രെയിനിൽ കയറി ട്രെയിൻ ഇവിടെ നേരെ ഡൽഹിയിലോട്ടാണ്. ഡൽഹിയിൽ നമ്മൾ ഫ്ലൈറ്റ് എടുത്തേക്കുന്നത് 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ വന്ദേ ഭാരത്തെ കയറിയേക്കുവാണ് നേരെ ഡൽഹിയിലോട്ട്. നമ്മൾ 2:30 ആയപ്പോഴത്തേക്കും ഡൽഹിയിൽ എത്തി. ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോകണം. ഇവിടുന്ന് മെട്രോ പിടിക്കാനാണ് പരിപാടി. ഫ്ലൈറ്റ് വരുമ്പോൾ ബാഗിൽ വെയിറ്റ് കൂടുതലുണ്ടെന്നായിരുന്നു. ഏതായാലും അതിൻ്റെ കാര്യം തീരുമാനമായി. 11 കിലോ വെച്ചുണ്ട്. കുഴപ്പമില്ല. ഇനിയിപ്പം പേടിക്കാതെ നമുക്ക് ഫ്ലൈറ്റിൽ കയറാം. നിനക്ക് എല്ലാവരും 10 ഉള്ളൂ. 10:98. ബാക്കി നമ്മളെല്ലാം 11 കറക്റ്റ്. അപ്പം അങ്ങനെ നമ്മൾ ഡൽഹി എയർപോർട്ടിലാണ്. ഡൽഹി എയർപോർട്ട്. ഗായ്സ് ഞങ്ങളെ പറ്റിച്ച് വിമാനത്തിലാണെന്നും പറഞ്ഞ് ഞങ്ങളെ ബസ്സിന് കൊണ്ടുവന്ന് ഗായ്സ്. ഞങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടു. മനോജെ കൊച്ചിയിൽ നിന്ന് ബസ്സിനാണ് നമുക്ക് ഏറ്റുമാർക്ക് വന്നത്. ഏറ്റുമാർക്ക് വന്നപ്പോൾ ആലപ്പുഴ നിൽപ്പുണ്ടായിരുന്നു. ഒരു 2:30-3 മണിയോടെ നമ്മൾ വീട്ടിൽ എല്ലാവരും എത്തി.